വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. UN ജനറൽ അസംബ്ലി പുതിയൊരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ഒക്യുപ്പൈഡ് ടെറിട്ടറി ഓഫ് പാലസ്തീനിൽ നിന്നും ഇസ്രായേലിനോട് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഫേവർ ചെയ്തിട്ട് വോട്ട് ചെയ്തത് 157 മെമ്പേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇൻക്ലൂഡിംഗ് ഇന്ത്യയും ഫേവർ ചെയ്തിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ 8 പേര് ഇതിനെ എതിരായിട്ട് എഗനിസ്റ്റ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി US ആണ്, പിന്നെ അർജന്റീന ഒക്കെയാണ് ഇതിന് എഗനിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് 1967 എങ്ങനെയാണോ ബോർഡർ, ആ ഒരു ബോർഡറിലൊക്കെ, അതായത് ഇവര് ഇതിലൂടെ ഈ ഒരു റെസൊല്യൂഷനിലൂടെ മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ളത് 2 സ്റ്റേറ്റ് തിയറി അവിടെ പ്രാക്ടിക്കൽ ആക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 സ്റ്റേറ്റ്, അതായത് ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ് ഇതാക്കണം. അതുപോലെ തന്നെ ബോർഡർ എന്ന് പറയുന്നത് 1967 എങ്ങനെയാണോ ബോർഡർ അതുപോലെ. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ ജെറുസലേം പലസ്തീൻ ടെറിട്ടറിയിൽ വരുന്നതാണെന്നാണ് ഈ ഒരു റെസൊല്യൂഷനിലൂടെ ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാസ സ്ട്രിപ്പും പലസ്തീൻ ടെറിട്ടറിന്റെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് ഇസ്രായേൽ ഇപ്പം പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ തെറ്റുകളും 1967 ശേഷമുള്ള സെറ്റിൽമെന്റ്സ് ഒക്കെ വിഡ്രോ ചെയ്തിട്ട് പുറകിലേക്ക് പോവുകയും ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വയലൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിനോട് UN ജനറൽ അസംബ്ലി ഈ റെസൊല്യൂഷനിലൂടെ പാസ്സാക്കിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ലെജിസ്ലേഷൻസ്, എന്തെങ്കിലും ലോ കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു വയലന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മിലിറ്ററിക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് എല്ലാ ലോയും റിപ്പീൽ ചെയ്യണമെന്നാണ് UN ജനറൽ അസംബ്ലിന്റെ റെസൊല്യൂഷനിൽ പറഞ്ഞത്. തന്നെ 1967 എങ്ങനെയാണോ ബോർഡർ, ആ ഒരു ബോർഡർ സെറ്റപ്പിലേക്ക് തിരിച്ചു വരണമെന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വയലൻസും കാര്യങ്ങളൊക്കെ നിർത്തലാക്കണമെന്നുമാണ് UN ജനറൽ അസംബ്ലിയിലെ ഈ റെസൊല്യൂഷനിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ UN ജനറൽ അസംബ്ലിയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നോൺ ബൈൻഡിംഗ് ആണ്. അതായത് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം എന്നാണ് ഇതിന്റെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ UN സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്യാം, ഇവർ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലിന് ഇതിനെതിരായിട്ട് ആക്ഷൻസ് എടുക്കാൻ പറ്റുമെന്നാണ് ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് ഈ റെസൊല്യൂഷനിലൂടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇന്റർനാഷണൽ ലോ അനുസരിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വേർഡിക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ, അതിനെ ഫോളോ ചെയ്യണമെന്നാണ്. അതായത് ഇമ്മീഡിയറ്റ്ലി അവരുടെ റൂൾ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി എത്ര പെട്ടെന്ന് പറ്റുമോ അത്ര പെട്ടെന്ന് അവിടുന്ന് സീസ് ചെയ്തിട്ട് എല്ലാ പ്രശ്നങ്ങളും വയലൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകണമെന്നാണുള്ളത്. അപ്പം UN ജനറൽ അസംബ്ലി ഈ റെസൊല്യൂഷനിലൂടെ ആ കാര്യം കൂടി ഊന്നി പറഞ്ഞ ഇന്റർനാഷണൽ ലോനെ നമ്മൾ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം എന്നാണ് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.